ലൈവ് കണ്ട ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതൊന്നും അവർ സമ്മതിച്ചിട്ടില്ല. പാലെടുത്തു എന്നുള്ളതൊന്നും അവർ ഇന്നലെ ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു ഞങ്ങൾ എടുത്തു. പക്ഷെ നെവിനെ പറയുന്നത് അത്രയും മോശമായിട്ടാണ്, ഒരു വൃത്തികെട്ടവൻ എന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫുഡ് കാണാത്തതാണ്, സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, സ്വന്തമായി കഴിക്കും. ഇപ്പം ഇവർക്കും അങ്ങനെ തന്നെയല്ലേ, ഇവരെന്തൊക്കെ സാധനങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആദില നമുക്ക് ഫ്രൂട്ട്സ് വരുന്ന സമയത്ത് ആ ഫ്രൂട്ട്സ് വരുന്ന ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മോഷ്ടിച്ച് മാറ്റി വയ്ക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇവരൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവർ കിച്ചണിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ ഈ ആദില ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റുന്ന ഒരു ക്ലിപ്പുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് താഴെ കാണിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ മോഷണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദില, അനുമോൾ, അതുപോലെ തന്നെ നൂറ. പക്ഷേ ഇവര് എന്തിനാണ് നെവിൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഞാനൊരു കാര്യം, ഇപ്പൊ എനിക്കൊരാളെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. ഈ പറയുന്ന 3 പേരാണ് അവിടുത്തെ ഏറ്റവും വലിയ കള്ളികളും കുത്തിത്തിരിപ്പുകാരും. എന്നിട്ട് അവര് നെവിനെ പറയാൻ എന്ത് യോഗ്യത ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവർക്ക് ഇപ്പൊ ആകെ പറയാനുള്ള ഒരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ ഷാനവാസിന്റെ ഇഷ്യൂ. അതിലാണ് ഇപ്പൊ നെവിനെ എല്ലാവരും ഇട്ട് പൊരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള എത്ര ദിവസം പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നൊക്കെയുള്ള ആകെ ഒരു കോണ്ടന്റ് അന്ന് ലക്ഷ്മി പറഞ്ഞൊരു കേസാണ്. വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഈ ഒരു ഒറ്റ കാര്യത്തിലാണ് ആദില, നൂറ അവിടെ പിടിച്ചു നിൽക്കുന്നത്. വേറെ എന്ത് കോണ്ടന്റ് അവരവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നുമില്ല. എന്ത് കാര്യം വന്നാലും വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവർ ഇത്ര നാൾ പിടിച്ചു നിന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലാസ്റ്റ് വീക്സിലെ പെർഫോമൻസ് ഓക്കെ, നൂറ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടും നൂറേക്കാട്ട് ഒരുപടി മുന്നിൽ ആര്യൻ തന്നെയായിരുന്നു ഡിസേർവിങ്. ഈ ഒരു ഇഷ്യൂ നടന്നില്ലായിരുന്നെങ്കിൽ, അതായത് ഈ ഷാനവാസിന്റെ ഇഷ്യൂ നടന്നില്ലായിരുന്നെങ്കിൽ, പിന്നെ ഈ ഷാനവാസിന്റെ ഇഷ്യൂവിന്റെ പേരിലാണ് ആര്യൻ ഔട്ടായതെങ്കിൽ ഞാനൊരു കാര്യം പറയും, ഷാനവാസിന്റെ ഇഷ്യൂ നടന്നതോടുകൂടി വോട്ടിംഗ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രൈഡേ വോട്ടിംഗ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു, സാറ്റർഡേ സൺഡേ വോട്ടിംഗ് ഇല്ല. അപ്പോൾ അതിനുശേഷമാണ് ആര്യൻ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം അല്ലെങ്കിൽ നമുക്ക് വോട്ടിംഗ് കാണാൻ പറ്റും. കാരണം ഇവർ വോട്ടിംഗ് സിസ്റ്റം നമ്മളെ കാണിക്കുന്നില്ല, എങ്ങനെയാണ് ഏതാണെന്നുള്ളത് നമ്മളെ കാണിക്കുന്നില്ല. പക്ഷെ ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിലായിരുന്നെങ്കിൽ നെവിനായിരുന്നല്ലോ പുറത്ത് പോവേണ്ടിയിരുന്നത്. കാരണം ആ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് നെവിനാണ്. അവർ ജസ്റ്റ് പറഞ്ഞു. പക്ഷെ ആര്യൻ മാത്രമല്ല, അക്ബറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ആര്യനല്ല പോകേണ്ടിയിരുന്നത് അവിടെ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ നടന്നതെന്ന് നമുക്കറിയില്ല. കാരണം ആര്യനേക്കാൾ വളരെ മോശമായിട്ടുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഇപ്പോഴും അവിടെയുണ്ട്. അതായത് കുത്തിത്തിരിപ്പും മോഷണമായിട്ട് നടക്കുന്ന 3 കള്ളികൾ അവിടെ വേറെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ടോപ്പായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളെ എന്തിന് പുറത്താക്കി? ഞാൻ ആര്യൻ്റെ PR ഒന്നുമല്ല. കാരണം ആര്യൻ ഇനി ഔട്ടായി ആര്യന് PR ആവശ്യമില്ല, അത് വേറൊരു കാര്യം. പക്ഷെ ഞാൻ ഇതുവരെ ഒരു വീഡിയോസും ഇട്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഇടണമെന്ന് തോന്നി. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കോണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആര്യൻ, മുൻപല്ല ഇപ്പോൾ. കാരണം നൂറ നേരത്തെ അല്ലായിരുന്നു, ഇപ്പോൾ ഒരു വീക്സിൽ ഒരു ടാസ്ക് കളിച്ചു എന്നതല്ലാതെ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് എടുത്ത് വരാനുള്ള ഒരു കാരണങ്ങളും അവിടെ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ നെവിൻ്റെ ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് വന്നത്. പിന്നെ അനുമോളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ആരാണെങ്കിലും പ്രതികരിച്ച് പോകും. കാരണം ആ കുട്ടിയുടെ വായിൽ നിന്ന് അത്തരത്തിലുള്ള വാക്കുകളാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് നെവിനും അതിനുള്ള മറുപടി കൊടുക്കുന്നത്. പക്ഷെ ബെഡിൽ വെള്ളം ഒഴിച്ചത് മോശമാണ്. അനുമോൾ പിന്നെ അവിടെ എന്താണ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്? ടാസ്ക് മര്യാദക്ക് ചെയ്യാറില്ല, മോഷണം നടത്തുന്നു, ചുമ്മാ ഇരുന്ന് കുറ്റം പറയുന്നു, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു. ഇതാണ് ആ കുട്ടി അവിടെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആര്യനെ കൊണ്ട് എന്തുകൊണ്ട് അനു ഒരുപടി മുന്നിൽ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിപൊളി സാബുമോനാണ് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാബുമോൻ കപ്പടിക്കുന്നു 100% ഉറപ്പാണ്. കേട്ടല്ലോ, സാബുമോൻ എന്ന് പറയുന്ന വ്യക്തി ശരിയാണ്, കുത്തിത്തിരിപ്പും സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ ആള് അവിടെ ഉണ്ടോന്ന് പോലും നമുക്ക് മനസ്സിലായത് ഈ 2-3 ടാസ്ക് നടന്നതിന് ശേഷമാണ്. അതിനു മുൻപ് സാബുമോൻ എന്ന് പറയുന്ന വ്യക്തിയും അവിടെ ചുമ്മാ കുത്തിയിരിക്കുക, ആളൊന്നിലുമില്ല. ശരിയാണ്, അവിടെ ഇവിടെ നിൽക്കാൻ കക്കാനും പാടില്ല, മോഷ്ടിക്കാനും പാടില്ല, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പാടില്ല, ഒന്നും പാടില്ല. സാബുമോനെ ഉള്ളവരെ അംഗീകരിക്കാനും പറ്റൂല. അപ്പൊ എന്ത് വർത്താനാണത്? അതായത് അതൊരു ഗെയിമാണ്. അതായത് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളാണ് നിൽക്കേണ്ടത്. ഇപ്പൊ സാബുമോൻ എന്ന് പറയുന്ന വ്യക്തി പെർഫോമൻസ് അല്ലെങ്കിൽ നല്ലൊരു കോണ്ടന്റ് അവിടെ കൊടുക്കുന്നില്ല. ഇപ്പൊ ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാബുമോനെക്കാളും എന്തുകൊണ്ടും ഒരു പടി മുന്നിൽ ആര്യൻ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ നെവിൻ്റെ ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ സാബുമോൻ തന്നെയായിരുന്നു പുറത്ത് പോവേണ്ട ആള്. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് മാത്രം. പക്ഷെ അതപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ആര്യൻ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയില്ല, PR വർക്കുകളായിരിക്കാം. ചെറിയൊരു ടീമല്ല സാബുമോന്റെ ബേക്കിലുള്ളത്. ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ആൾക്കാര്, സൈലന്റ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സാബുമോന്റെ പിന്നാലെ. നിങ്ങൾക്ക് ഈ കുത്തിതിരിപ്പും അടി കച്ചറുള്ളവരൊക്കെ മാത്രം ഇങ്ങനെ പൊക്കി നടക്കാനേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സൈലന്റ് ആയുള്ള ആൾക്കാർ വേണം.
കേട്ടല്ലോ. അപ്പോൾ ഇതാണ് ഫേവറേറ്റിസം എന്ന് പറയുന്നത്. അത് നമ്മൾ ഗെയിം കളിക്കുന്നുണ്ടോ കോണ്ടന്റ് കൊടുക്കുന്നുണ്ടോ എന്നല്ല നോക്കുന്നത്. എനിക്കിഷ്ടമാണ് സാബുമാൻ, എനിക്കിഷ്ടമാണ്. അതായത് ലാലേട്ടാ ഇതൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം. അതായത് അവൻ്റെ ആ ഒരു സംസാര രീതി, സാബുമോൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, അതൊക്കെയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ സാബു എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ സാബു ഒരു ഗെയിമർ ആണോ എന്നല്ല ഇവർ നോക്കുന്നത്. ഫേവറേറ്റീസ് ആണ്. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഗെയിമേഴ്സ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ഈ ഒരു ഷാനവാസിൻ്റെ ഇഷ്യൂ, ഇന്നലെ വേറൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. ഷാനവാസ് അകത്ത് വന്നതിന് ശേഷം വളരെ ഒരു ടയേർഡായിട്ടുള്ള ഇതിലാണ് ആൾ വന്നത്. പിന്നെ അതിനുശേഷം നെവിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഷാനവാസ്. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് ആര്യൻ്റെ എവിക്ഷൻ കഴിഞ്ഞിട്ട് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. എത്ര പേര് ലൈവ് കണ്ടു എന്ന് എനിക്കറിയില്ല.